നമ്മുടെ കുട്ടിക്കാനത്ത് 400 ഏക്കറിന് നടുവിൽ ഒരു കിടിലൻ പ്ലാന്റേഷൻ ബംഗ്ലാവ് ആമോദഗിരി. ഇവിടെ ഒരു ദിവസം താമസിക്കാൻ അവസരം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അത്യാവശ്യം പ്രീമിയം ടൈപ്പ് ആണെങ്കിലും നമ്മുടെ ജിസ്മോനും ഡിനുവും അതങ്ങ് സ്പോൺസർ ചെയ്തു. KK റോഡിൽ കുട്ടിക്കാനത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ആമോദഗിരി വെൽനസ് റിട്രീറ്റ് എന്ന ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉള്ളത്. തിരക്കുകളിൽ നിന്നും മാറി ഇടുക്കിയുടെ മനസ്സറിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്. 3 ബെഡ്റൂമുകളാണ് ഈ ബംഗ്ലാവിനുള്ളത്. 75 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഗസ്റ്റിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരം ഇരുട്ടിയപ്പോൾ മട്ടുപ്പാവിൽ നിന്ന് നല്ല ചെമ്പകപ്പൂവിന്റെ ഗന്ധമുള്ള കാറ്റും കൊണ്ട് അങ്ങനെ കുറച്ചു നേരം നിന്നു. പിന്നെ ബംഗ്ലാവ് മുഴുവൻ ഒന്ന് ചുറ്റിക്കണ്ടു. പാരമ്പര്യ സുഖചികിത്സാ വിധികളായ ശിരോധാരയും കിഴിയും മഡ് തെറാപ്പിയും അങ്ങനെ എല്ലാം ഇവിടെ ലഭ്യമാണ്. അതിനുള്ള സംവിധാനങ്ങളും യോഗ ഹാളും ഒക്കെയാണിത്. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഡിന്നറിന് വേണ്ടിയുള്ള നല്ല ഗ്രിൽഡ് ചിക്കൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തണുപ്പ് വീണു തുടങ്ങുമ്പോഴേക്കും മുറ്റത്തെ ക്യാമ്പ് ഫയർ ഒരുക്കി അല്പം തീകായലും വർത്തമാനങ്ങളും. അധികം വൈകാതെ ഡിന്നറിനായി തീൻമേശയിലേക്ക്. ഗ്രിൽ ചെയ്തത് കൂടാതെ നല്ല തൃശ്ശൂർ സ്റ്റൈൽ ചിക്കൻ കറിയും അല്പം പൊറോട്ടയും ചപ്പാത്തിയും സാലഡും കൂട്ടി ഒരു പിടുത്തം. ആഹാ, മാസ്മര രുചി. പിറ്റേന്ന് അതിരാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. തണുപ്പുണ്ടെങ്കിലും മഞ്ഞില്ല, തെളിഞ്ഞ അന്തരീക്ഷം, നല്ല കാറ്റ്. ഈ ചെമ്പകപ്പൂവാണ് രാത്രി സുഗന്ധം പരത്തിയത്. കാറ്റിൽ എത്ര കൊഴിഞ്ഞിട്ടും പൂക്കൾ തീരാത്ത നീലപ്പൂമരം. ഇവിടുത്തെ പ്രഭാതത്തിലെ പ്രകൃതി ഭംഗി എത്ര ആസ്വദിച്ചാലും മതിയാകില്ല. ഇദ്ദേഹമാണ് നമ്മുടെ ആമോദഗിരി യോഗ സാങ്ച്വറിയുടെ ഒരു ഡയറക്ടറാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് വന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. നിങ്ങളുടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു രക്ഷയില്ല. ഞങ്ങൾ വെളുപ്പിന് ഇറങ്ങി ഒന്ന് കറങ്ങുമായിരുന്നു. അത്യാവശ്യം ഒന്ന് ഈ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടു. ഇപ്പോൾ വളരെ മനോഹരം. ഇത് എത്ര ഏക്കറുണ്ട്? ഇത് നമ്മൾ ഇതൊരു 450 ഏക്കറിന് ഉള്ളിൽ എനിക്ക് നിൽക്കുന്ന ഒരു 75 വർഷം പഴക്കമുള്ള അതെ അല്ലേ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര നമ്മുടെ അല്ലേ ഒരു പഴയ ഒരു സിനിമയിലൊക്കെ ഒരു 1960s 70s ആ സമയത്തുള്ള സിനിമകൾ കാണുന്ന ടൈപ്പ് ബംഗ്ലാവാണ്. ഒരു നല്ലൊരു ഫീലാണ്. എങ്ങനെ നമുക്കിവിടെ എങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മളിവിടെ നടത്തുന്നത്? നമുക്ക് ഇതൊരു സിറ്റി ലൈഫ് എന്ന് മാറി ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നോക്കുന്ന ഫാമിലീസിന് പറ്റിയൊരു പ്ലേസാണ്. അതിന് വേണ്ടിയുള്ള അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വരുമ്പോൾ അവർക്ക് യോഗയും മെഡിറ്റേഷൻ, നാച്ചുറോപ്പതി, ആയുർവേദ, വെസ്റ്റേൺ ട്രീറ്റ്മെൻറ്റ്സ്, ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതെല്ലേ, അതൊരു അഡീഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട്. അതെല്ലേ. പിന്നെ ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഒരു എസ്റ്റേറ്റ് ട്രിപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഒരു റോക്കുണ്ട്, ഒരു പാറയുണ്ട്, കത്രീന പാറ എന്നാണ് പറയുന്നത്. അതല്ലേ, കത്രീന പാറ. അത് പേര് കേട്ടാൽ അത്യാവശ്യം അറിയുന്നതാണെന്ന് തോന്നുന്നു. കത്രീന പാറ കേട്ടിട്ടുണ്ടെന്ന്. അത് ഇതിനുള്ളിലാണല്ലേ? ഇതിൻ്റെ ഉള്ളിലാണ്. ഓ, അത് ശരിയാണ്. ഇത് നമ്മുടെ KK റോഡിൻ്റെ സൈഡിലാണ് അല്ലേ? അത് മുണ്ടക്കയം ന്ന് പോകുമ്പോൾ അടുത്തുള്ള ടൗൺ ഏതാ? കുമളിക്ക് പോകുമ്പോൾ അടുത്തുള്ള ടൗൺ ഏതാ? അതിൻ്റെ കുട്ടിക്കാനത്തിന് അടുത്ത് തന്നെ. ഒരു 4 കിലോമീറ്റർ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ചാണ് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഇതിനടുത്തുണ്ടെന്ന് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായില്ല അല്ലേ? തൊട്ടടുത്ത് ഈ തൊട്ട് താഴെ റോഡെങ്കിലും റോഡിൽ കൂടെ വണ്ടി പോകുന്ന ശബ്ദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റില്ല. ഈ കിളികളുടെ ശബ്ദവും അതേപോലെ ഈ കാറ്റടിക്കുന്ന ശബ്ദവും ഇതൊക്കെ. അതുപോലെ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഇപ്പോൾ നമുക്ക് ചുറ്റുപാടും പല സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. വാഗമൺ അടുത്താണ്, കുട്ടിക്കാനത്ത് അമ്മച്ചി കൊട്ടാരമുണ്ട്, പാഞ്ചാലിമേടുണ്ട്. ഇറങ്ങി നടക്കാം. കാരണം ഇവിടെ ഈ മറ്റേ വന്യമൃഗങ്ങൾ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അറിഞ്ഞ അല്ലെ, ഒരുപാട് പേര് വരണ്ടാണ്. അറിയത്തില്ലെന്നോ അറിയത്തില്ലെന്നോ. പിന്നെ അത്ര താഴ്ന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല അല്ലേ സാറേ? ഇല്ല, ആളുമ്പോൾ അങ്ങനെ ഒരുപാട് ഒച്ചമേളമുള്ള ഒരു സ്ഥലമല്ല. അല്ല, സെലക്റ്റീവ് ആയതുകൊണ്ടാണ്. അതാണ്, അങ്ങനെയുള്ള ആളുകൾ എടുക്കുന്നുള്ളൂ. അതാണ് ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഈ മാമോദിസ അങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രം. ഹണിമൂണേഴ്സിനും വരാം. ഹണിമൂൺ സ്പെഷ്യൽ പാക്കേജും ഉണ്ട്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല ആമോദഗിരി എന്ന് പറയുന്ന പേര് വെറൈറ്റി പേരാണ്. അങ്ങനെ പേരിടാൻ കാരണം എന്നാ? ആമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷത്തിന്റെ മല എന്നുള്ള ഉദ്ദേശം. ഇവിടെ വരുന്നവർക്ക് സന്തോഷം കൊണ്ട് തിരിച്ചു പോവാം. അതെ അല്ലേ. ഇനി ഇവിടെയാണെങ്കിൽ എന്തൊക്കെ തരം ഈ പഴവർഗ്ഗങ്ങളും ഒക്കെ ഇതിനകത്ത് ഒരുപാട് അല്ലേ? ഉണ്ട്.
എന്തൊക്കെയാണ് കോഫി ടീ കൂടാതെ തന്നെ നമുക്ക് കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ മാംഗോസ്റ്റീൻ, റംബുട്ടാൻ, ആ രീതിയിലുള്ള എല്ലാം അതെ അല്ലേ. ഇതിന്റെ പരിസരത്ത് തന്നെയുണ്ട്. ഇവിടെ ഓറഞ്ച് ഉണ്ട് അല്ലേ? ഇത് ഓറഞ്ച് അല്ലേ സാറേ? ഇത് ഓറഞ്ചാണ്. അവിടെ നാരകമുണ്ട്. പിന്നെ താഴെ മറ്റേ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറെ പഴവർഗ്ഗങ്ങളുണ്ട്. അതിൽ കായില്ലാത്തോണ്ട് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. പഴങ്ങളാണെന്ന് മനസ്സിലായി. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെയിൽ വീണു തുടങ്ങി. ഇളം കാറ്റും കൊണ്ട് മുറ്റത്തെ ചാരുബെഞ്ചിലിരുന്ന് അല്പം മെഡിറ്റേഷൻ. തുടർന്ന് ഫുട്ബോളും ചെറുവിനോദങ്ങളും ഒക്കെയായി അല്പം ഇള്ളകളി. ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ചൂടപ്പവും മുട്ട റോസ്റ്റും ഇടിയപ്പവും കിഴങ്ങ് കറിയും ഒപ്പം ചായയും. എല്ലാം അത്യന്തം രുചികരമെന്ന് പറയാതെ വയ്യ. എൻ്റെ പേരെങ്ങനെ? ചേട്ടൻ ഇന്നലെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ കറിയൊക്കെ സൂപ്പർ. നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. വീട് എവിടെയാ? തൃശ്ശൂർ അല്ലേ. ഇവിടെ എത്ര നാളായി? അതെ അല്ലേ. ഓക്കെ, താങ്ക് യു. ആകെ മൊത്തം ആമോദഗിരി വെൽനസ് റിട്രീറ്റ് നമുക്ക് ആമോദമേകുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയും കാലമായിട്ട് ഒരു ദിവസം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായനെന്ന് തോന്നും. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ. ഇതിന് സാധാരണ മറ്റേ ഈ ഭയങ്കര 5 സ്റ്റാർ ഹോട്ടലുകളിലും അങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ അതുപോലെയാണ്. അതെ, ഇത് 5 സ്റ്റാർ ആണ്. അതല്ല, ഇതൊരു പ്രകൃതിയോട് ഇണങ്ങി അത്യാവശ്യം ആഡംബരത്തോടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ. പിന്നെ ഒരു ശല്യവും ഇല്ല. അടുത്ത് KK റോഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ ശല്യങ്ങളും ഇല്ല. സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാറ്. എന്നാ പറയാൻ, താമസം ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇവിടെ റൂമിൽ സ്റ്റേ ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ല ആംബിയൻസ്. രാത്രിയിലൊക്കെ ആണെങ്കിലും നല്ല കാമ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. രാവിലെ ഏറ്റവും നല്ല രസമുണ്ടായിരുന്നു ആ വെയിൽ വരുന്ന ആ ഒരു സമയം. എത്ര ദിവസം താമസിച്ചാലും മടുക്കാത്ത ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. എസ്റ്റേറ്റിലൂടെയുള്ള നടത്തവുമൊക്കെ വളരെ മനോഹരമാണ്. നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ആദ്യം കാട് വഴി പോവാണ്. നമ്മൾ ഇവിടുത്തെ നമ്മുടെ അത്യാവശ്യം എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളൊക്കെ കാണുക അല്ലേ. നമ്മള് കത്രീനാപ്പാറയൊക്കെ കാണണ്ടേ? എല്ലാം കണ്ടേക്കാം. ഇത് ഓഫ് റോഡായിട്ട് പോകണോ അതാ കാറ് പോവോ? ഇല്ലല്ലോ, കാറ് പോകത്തില്ല, ജീപ്പ് പോകും. നേച്ചർ വോക്ക് അത്രേ ഉള്ളൂ, നടന്നാണ് പോകുന്നത്. ആ, ഓക്കെ. കത്രീനപ്പാറ ഉൾപ്പെടെ 450 ഏക്കറും ചുറ്റിയില്ലെങ്കിലും ഒരു ദിവസം കൊണ്ട് പരമാവധി ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ മടങ്ങുന്നത്. തിരക്കേറിയ സിറ്റി ലൈഫിൽ നിന്നും ഒന്ന് ശ്വാസം വിടാൻ ഈ ആമോദഗിരിയേക്കാൾ നല്ലൊരു സ്ഥലം കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവിടെ വരേണ്ടവർക്ക് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. വീഡിയോ ഷെയർ ചെയ്യൂ, എല്ലാവരും കാണട്ടെ.